സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധനത്തിലേക്ക് സ്വാഗതം. ദൈവത്തിന് ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമ. റോമർ 11:33 വാക്യം. റോമിലെ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് കൈപ്പഴയിൽ ഒതുക്കാവുന്ന സമ്പത്തിനെക്കുറിച്ച് സംസാരിച്ചു. അവൻ എഴുതി, ദൈവത്തിന് ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. റോമർ 11:33 വാക്യം. ബൈബിൾ പണ്ഡിതനായ ജെയിംസ് ഡെന്നി ഈ സമ്പത്തിന് ലോകത്തിൻ്റെ വലിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ള ദൈവത്തെ പ്രാപ്തനാകുന്ന സ്നേഹത്തിന് ഗ്രഹിക്കാനാവാത്ത സമ്പത്തെന്നാണ് പറയുന്നത്. അതല്ലേ നമുക്ക് വേണ്ടത്. ഏതോ വിദൂര ചിഹ്ന ഗ്രഹത്തിൽ നിന്നും സ്വർണ്ണക്കട്ടികളേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന പോലെ തിരുത്തുഴുത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സമ്പത്ത് നമുക്ക് അന്നം ചെയ്യുവാൻ കഴിയും. ആ ഐശ്വര്യങ്ങൾ കുഴിച്ചെടുക്കുവാനും അവനെ കൂടുതൽ അറിയുവാനും നിധി പോലെ കഴുതുവാനും ദൈവം നമ്മെ നയിക്കട്ടെ. നിങ്ങൾ ദൈവസ്നേഹത്തിൽ സമ്പന്നരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? നിലനിൽക്കുന്ന സമ്പത്തിനായി നിങ്ങൾ എങ്ങനെ കൂടുതൽ കുഴിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ അനുഭവിപ്പാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ജ്ഞാനവും വിവേകവും അങ്ങയുടെ വിധികളും അങ്ങയുടെ പാതകളും അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ കാലം ദൈവരാവുന്ന ആവത്തോടെ രോഗദുഃഖം മണത്തെല്ലാം ദൈവം നമ്മെ കാത്തുവാച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയൊരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും സ്വാഗതം. ധൂപവർക്കത്തിൻ്റെ പുക